പണ്ട് നമ്മൾ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കോഡ് ചെയ്തിട്ടായിരുന്നു. ആ കോഡിംഗ് സ്റ്റേജിൽ നിന്ന് പിന്നീട് നമ്മൾ വേർഡ് പ്രസിന്റെ ഒരു സ്റ്റേജിലേക്ക് എത്തി. ടെംപ്ലേറ്റ്സ് ഒക്കെ വെച്ച് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നമുക്കൊരു വെബ്സൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിൽ. അപ്പൊ പിന്നീട് എല്ലാവരും വേർഡ് പ്രസ് വെച്ചിട്ടുള്ള വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പിന്നെ വീണ്ടും നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് വൈബ് കോഡിംഗ് അല്ലെങ്കിൽ നോ കോഡ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആപ്പും വെബ്സൈറ്റ് ഒക്കെ ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ വരെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളും അതിനനുസരിച്ച് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നതാണ് ജസ്റ്റ് നോ കോഡ് ടൂൾസ് യൂസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ആപ്പാണ് ഇപ്പോൾ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കും ഫ്രീലാൻസിംഗ് സർവീസ് ആയിട്ട് വെബ്സൈറ്റും ആപ്പൊക്കെ വൈബ് കോഡിംഗ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യുന്നത്. സോ നമ്മൾ ജസ്റ്റ് നോ കോഡ് ടൂൾസ് യൂസ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നുള്ള ആംഗിളല്ല ഈ കോഴ്സിനെ നമ്മൾ വെച്ചേക്കുന്നത്. നമ്മളിതൊരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് കോഴ്സ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് വിത്ത് വൈബ് കോഡിംഗ് ആണ് കോഴ്സിന്റെ പേര്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഫുൾ സ്റ്റേജസ് ആണ് നമ്മൾ ഈ കോഴ്സിൽ കവർ ചെയ്യുന്നത്. ആദ്യം ആ പ്രോഡക്റ്റിന് വേണ്ട ഒരു പ്ലാനിംഗ് ആണ്. ഒരു UI/UXന്റെ ബേസിസിൽ നമ്മളൊരു പ്ലാനിംഗ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഡിസൈൻ എങ്ങനെയാണ് വരേണ്ടത്, UI/UXന്റെ എലമെന്റ്സും UI/UXലെ കുറെ ടേംസ് ഒക്കെ അറിഞ്ഞാലായിരിക്കും നമുക്കത് പ്രോംപ്റ്റിന്റെ അകത്ത് കൊടുത്ത് പ്രോപ്പർലി നമുക്ക് വേണ്ട ഒരു ഡിസൈൻ ആംഗിൾസിലത്തെ ഒരു ആപ്പോ വെബ്സൈറ്റോ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ UI/UXലെ എലമെന്റ് നമ്മൾ കോഴ്സിന്റെ അകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഡെവലപ്മെന്റിന്റെ കുറച്ച് ആംഗിൾസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗിന്റെ ആംഗിളും കവർ ചെയ്യുന്നുണ്ട്. സെയിൽസിന്റെ ആംഗിളും കവർ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗും സെയിൽസ് ഒക്കെ എന്തിനാണ് ഈ കോഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരു MVP, ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റിന്റെ ഒരു ഫ്രീലാൻസ് വർക്ക് നമുക്ക് വന്നു വിചാരിച്ചു. നോർമലി ഒരു MVP ബിൽഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരു സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ചെയ്തിട്ട് ഒരു കമ്പനിയുടെ വർക്ക് ആയിരിക്കും MVPയുടെ ഫ്രീലാൻസിംഗ് പ്രോജക്റ്റ് ഒക്കെ ആയിട്ട് വരാറുള്ളത്. ആ MVP പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ആ MVP പ്രോഡക്റ്റിന്റെ UI/UX അതിന്റെ ഒരു മാർക്കറ്റിംഗ് ആംഗിളും എല്ലാം നമ്മൾ തിങ്ക് ചെയ്താലായിരിക്കും നമുക്കൊരു സെല്ലബിൾ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സെല്ലബിൾ പ്രൊഡക്റ്റിനെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള രീതിയിലത്തെ എല്ലാ ഫാക്ടേഴ്സും നമ്മുടെ ഈ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് വിത്ത് വൈബ് കോഡിംഗിന്റെ കോഴ്സിന്റെ അത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തനിയെ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യണം, ഒരു ടൂൾ ബിൽഡ് ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ആപ്പ് ബിൽഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ഒരു സബ്സ്ക്രിപ്ഷൻ ബേസിസിലത്തെ ഒരു ആപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈറ്റ് ലേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ആപ്പ് ആയിരിക്കും. അപ്പോൾ വൈറ്റ് ലേബിളിംഗ് ചെയ്തോ സാസ് പ്രോഡക്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലത്തെ ഒരു സ്വന്തം ടൂൾ ഓർ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ ഒരു സാധനം വേറൊരു കമ്പനിക്ക് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പൊ അത്രയും എക്സ്റ്റെൻസീവ് ആയിട്ട് ഒരു ഫുൾ പ്രോഡക്റ്റ് ബിൽഡിംഗ് ആയതുകൊണ്ടാണ് നമ്മളിത് പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ അകത്ത് UI/UXും മാർക്കറ്റിംഗും സെയിൽസും എല്ലാത്തിന്റെയും ആംഗിൾസും എലമെന്റ്സും ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. സോ ഇത് ഇത്രയും പൊട്ടൻഷ്യൽ ആയിട്ടൊരു ഫീൽഡാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് ഒരു ക്ലയന്റിന് ചെയ്തു കൊടുക്കാം. ഓർ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് വേണമെങ്കിലും നോക്കാം. പ്രോഡക്റ്റ് മാനേജർ പോലത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും ആ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനായിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊഫൈലിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതെല്ലാം നമ്മൾ ഈ കോഴ്സിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാം, ഓർ നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ഓർ ടൂളും ബിൽഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് വിത്ത് വൈബ് കോഡിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ഇൻ ദിസ് വീഡിയോ. ഐ വിൽ ഷെയർ മോർ ഡീറ്റെയിൽസ്.